ജാർഖണ്ഡിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് ദളിത് വിവേചനം നേരിടേണ്ടി വന്നതിൽ പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ്. ബ്ലോക്ക് തലങ്ങളിലേക്ക് കൂടി പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. സംഘപരിവാറിന്റെ ദളിത് വിരുദ്ധ നിലപാട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ചർച്ചയാക്കാനാണ് നീക്കം. അതേസമയം പ്രധാനമന്ത്രിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിൽ BJP വിമർശനം കടുപ്പിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ പ്രത്യക്ഷ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ആലോചന. നോബൽ മാരിക്കാരൻ നൽകും വിവരങ്ങൾ. നോബൽ, രണ്ട് വിഷയങ്ങൾ. ആദ്യം ഖർഗെയുടെ വിഷയത്തിലേക്ക് വന്നാൽ, നമ്മുടെ രാജ്യത്ത് ഒരിക്കലും സംഭവിക്കരുത് എന്ന് കരുതുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. അതും ഒരു മുതിർന്ന നേതാവിന് തന്നെ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. അത് വലിയ രീതിയിൽ തന്നെ കോൺഗ്രസ് എടുത്ത് ആ പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഒപ്പം രാഹുൽ ഗാന്ധിക്ക് എതിരായുള്ള BJPയുടെ പ്രതിഷേധം. സുധി, റോഷ്നി, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വിവാദം ആളി കത്തുകയാണ്. പ്രത്യേകിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ ഉത്തരാഖണ്ഡ് നടന്ന പരിപാടിക്ക് പിന്നാലെ അദ്ദേഹം പങ്കെടുത്ത വേദിയിൽ ശുദ്ധീകരണം നടത്തിയത് വലിയ തരത്തിൽ കോൺഗ്രസ് ആയുധമാക്കുകയും ഇന്നലെ ജില്ലാ അടിസ്ഥാനത്തിൽ കേരളം അടക്കമുള്ള ഇടങ്ങളിൽ പ്രധാന നേതാക്കളെല്ലാം വലിയ പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കുകയും ചെയ്തു. അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കൂടി കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ ജില്ലാ ആസ്ഥാനങ്ങളിലാണ് ഈ മാർച്ച് നടത്തിയതെങ്കിൽ ബ്ലോക്ക് തലത്തിലേക്കും ഒപ്പം സംസ്ഥാന തലത്തിലേക്കും ഇത് നീക്കാനുള്ള ഒരു ചർച്ചകളിലേക്കാണ് കോൺഗ്രസ് കടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. സംസ്ഥാന ആസ്ഥാനങ്ങളടക്കം വലിയ പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നുണ്ട്. അതായത് KPCC ആണെങ്കിൽ, കേരളത്തിലാണെങ്കിൽ KPCC അത്തരത്തിൽ ഓരോ PCCകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ചുമതല നൽകും എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് BJPയുടെ ഈ ദളിത് വിരുദ്ധത കൃത്യമായി തുറന്നു കാട്ടുക എന്നാണ് ഇതുകൊണ്ട് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത്. ഉത്തർപ്രദേശ് അടക്കം ദളിത് വോട്ടുകൾ ധാരാളമുള്ള തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ്. സ്വാഭാവികമായി ഈ വിഷയം ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സജീവ ചർച്ചയാക്കണമെന്ന ആശയം ചർച്ചയെ കോൺഗ്രസിൽ സജീവത തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധമൊക്കെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് ഈ വിഷയം ഒരു സജീവ ചർച്ചാ വിഷയമാക്കി നിർത്തുക എന്ന് തന്നെയാണ് കോൺഗ്രസ് ആലോചിക്കുകയും ചെയ്യുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ നടത്തിയ പരിഹാസ ആലംഘനം അത് വലിയ തരത്തിൽ BJP വലിയ വിവാദം ആക്കിയിരുന്നു. അതിൽ വലിയ വിമർശനം BJPയുടെ കേന്ദ്രമന്ത്രിമാർ ഒപ്പം മുഖ്യമന്ത്രിമാർ അതോടൊപ്പം മറ്റ് നേതാക്കളൊക്കെ നിരന്തരം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലേക്കാണെങ്കിൽ രൂക്ഷ വിമർശനം വിവിധ മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തു. രാഹുലിൻ്റെ ഭാഷയെക്കുറിച്ചുള്ള വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. പ്രത്യേകിച്ച് രാജ്യത്ത് നിരന്തരം രാഹുൽ ഗാന്ധി തിരസ്കരിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കുന്നതുകൊണ്ടാണെന്ന വിമർശനമൊക്കെ BJP ശക്തമാക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ പ്രതിഷേധ പരിപാടികൾ BJP ആലോചിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ കോൺഗ്രസ് ആസ്ഥാനങ്ങളിലേക്കടക്കം മാർച്ചുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്താനുള്ള സാധ്യത ഉണ്ട് എന്ന് വിവരം ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ രണ്ട് വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ BJPയും കേന്ദ്ര സർക്കാരിനെയും കോൺഗ്രസും രാഹുൽ ഗാന്ധിയൊക്കെ വലിയ തരത്തിൽ പ്രതിപക്ഷം വലിയ തരത്തിൽ പ്രതിസന്ധിയിൽ ആക്കിയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ പറഞ്ഞ ആലിംഗന വിവാദം BJPക്ക് ഒരു ആയുധമായി ലഭിച്ചത്. അതുകൊണ്ട് പരമാവധി രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുക എന്നാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് കൂടി BJP കടക്കുന്നത്. അതേസമയം മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരായ അധിക്ഷേപം അത് കൃത്യമായി തന്നെ കോൺഗ്രസും പ്രതിഷേധമായി മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.